മോനിരിക്ക്. വേണ്ട. ചാക്കോ ചേട്ടനൊരു മകളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? ജാൻസി. അവളില്ലേ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ തള്ളേ? ജാൻസി എവിടെയെന്നോ? അവള് പനിയായിട്ട് കിടക്ക. പനിയോ? അതെ, പകരുന്ന പനി. ആ, സാരമില്ല. വേണ്ട മോനെ, മാറുതല്ലേ. വേണ്ട മോനെ. ജാൻസി, 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 എടി പെണ്ണേ. അടുക്കരുത്. പെട്ട് ഞാൻ അപ്പനെ ഇല്ലാണ്ടാക്കിട്ട് വീട്ടിനകത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ച അത് നടക്കല. തൊട്ടാ ഞാൻ കൊല്ലും. ആർക്ക് തൊടണോടി നിന്നെ? തൊടാനും പിടിക്കാനും വന്നൊന്നുമല്ല ഞാൻ. അങ്ങനെ നോബലിന് തൊടണമെന്നുണ്ടായിരുന്നെങ്കിൽ തന്തയുള്ള കാലത്ത് തന്നെ നിന്നെ ഞാൻ പൊക്കിയനെ. മനസ്സറിഞ്ഞോണ്ടല്ലെങ്കിലും ചാക്കോച്ചറ്റൻ മരിച്ചതിന് ഞാനും ഒരു കാരണക്കാരനായി. സഹതാവുണ്ട് എനിക്ക് നിന്നോട് മാത്രം. അയാള് പോയിന്ന് വെച്ച് ഇവിടെ ചില ലാഭങ്ങളൊക്കെ ഉണ്ട്, അറിയോ? നഷ്ടം നിനക്ക്. ഇനി കഷ്ടപ്പെടാൻ പോകുന്നു നീയാ. എന്തെങ്കിലും ഒരു പരിഹാരം കയ്യിലുള്ള പോലെ ചെയ്യണമെന്ന് മനസാക്ഷി പറഞ്ഞു. അത് ചെയ്യാൻ വന്നതാ. ആര് തടഞ്ഞാലും ഇനി വന്നെന്നും ഇരിക്കും. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ അർഹതയുള്ള ആർക്കെങ്കിലും ദാനം കൊടുക്കാം. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. പേരട്ട് തള്ളേ. തന്തേൻ തള്ളയില്ലാത്ത ആ പെങ്കൊച്ചിന്റെ അടുത്ത് രണ്ടാനമ്മ പോരി കാണിച്ചാലുണ്ടല്ലോ, ഞാൻ എന്റെ പിച്ചാത്തി പിടി അടക്കം നിങ്ങളുടെ ആടി വയറ്റി കുത്തി കയറ്റിക്കളയും. സൂക്ഷിച്ചോ. നോബിള് തന്നിച്ചു പോയതാണോ? ഇടി മൂദേവി, പണമാ മഹാലക്ഷ്മി. അത് പെരക്കകത്ത് ഒന്ന് കേറുമ്പോ വിട്ടൊക്കെ എടുക്കുന്നവരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എടി, നീ ഒന്ന് ചിരിച്ചോ കിണിഞ്ഞോ നിന്നാ അവൻ 10 200 തരികയിലായിരുന്നു.